ഒന്നുമില്ല, ഇല്ല ഇല്ലല്ല ഒരു ഞാൻ പറയാം. അല്ല കുടി സംസാരിച്ചു. അല്ല അദ്ദേഹം പിന്നെ മറ്റു കാര്യങ്ങളൊന്നും പറഞ്ഞില്ല, സംസാരിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ ഒരു കാര്യം പറയാം അതിൻ്റെ അകത്ത്. ഞാൻ കോഴിക്കോട്ടെ 13 സീറ്റുകളെയും UDF സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം, നമ്പർ 1. നമ്പർ 2, ഞാൻ ഒരിക്കലും സീറ്റ് ചോദിച്ചിട്ടില്ല. ഞാൻ സ്ക്രീനിങ് കമ്മിറ്റി മിസ്ത്രി എന്നെ വിളിപ്പിച്ചിരുന്നു. ഞാൻ ഒരിക്കലും എനിക്ക് മത്സരിക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല, ആവശ്യപ്പെട്ടിട്ടില്ല. ഞാൻ ഇതുമായി ഒരു കത്ത് നൽകിയിട്ടില്ല. പക്ഷേ എന്നോട് ഇങ്ങോട്ട് ലീഡേഴ്സ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മറ്റൊന്നുമല്ല, തോൽക്കുന്ന സീറ്റ് എടുത്ത് മത്സരിച്ച് ജയിക്കണം എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഉണ്ടാക്കാൻ എണ്ണം കൂട്ടണം. മനസ്സിലായില്ലേ? ഇത് തോൽക്കുന്ന സീറ്റുകൾ എന്നാ പറഞ്ഞു. അപ്പം ലീഡർഷിപ്പിൻ്റെ തീരുമാനമാണ് ആ കാര്യം. അതല്ലാതെ ഞാനിപ്പോൾ അതിനെക്കുറിച്ച് ആരെ പേരും പറയുന്നില്ല. അതുകൊണ്ട് എനിക്കിനി 3 വർഷങ്ങൾ ഞാൻ കംഫർട്ടാണ്, മനസ്സിലാക്കിക്കൊള്ളാം. എനിക്കതിന് 3 വർഷം കൂടിയുണ്ട്, മനസ്സിലാക്കിക്കൊള്ളാം. അപ്പം ഞാൻ അതിൻ്റെ അകത്ത് ഒരു സീറ്റിന് വേണ്ടി ഒരിക്കലും ചോദിച്ചിട്ടില്ല. പറയേണ്ടത് ഞാൻ സ്ക്രീനിങ് കമ്മിറ്റി ചെയർമാനോട് പറയേണ്ടത്, മനസ്സിലാക്കിക്കൊള്ളാം. ഞാൻ അദ്ദേഹത്തോട് പറയുന്നത്, വിന്നബിലിറ്റി ഉള്ളവർക്ക് നിങ്ങൾ കൊടുക്കണം. ഗവൺമെൻറ് തിരിച്ചു വരണം, UDF ഗവൺമെൻറ് ഉണ്ടാകണം. അതിന് വിന്നബിലിറ്റി പ്രധാനപ്പെട്ട ഘടകമായിരിക്കണം, മറ്റു പരിഗണന പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ ആരോട് ആവശ്യപ്പെട്ടിട്ടില്ല. എന്നോട് ഇങ്ങോട്ട് പറഞ്ഞവരുണ്ട്, തോൽക്കുന്ന സീറ്റ് എടുത്ത് ജയിക്കാൻ കഴിയുമോ അത് ആലോചിക്കണം. ആ തോക്കുന്ന സീറ്റിൽ ഒരെണ്ണത്തിൽ മത്സരിക്കാനുള്ള ചോദ്യം ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഒന്ന് ജയിച്ചാൽ അത്ര കൂടി, മനസ്സിലാക്കിക്കൊള്ളാം. ഒരെണ്ണം UDFന് വർദ്ധിപ്പിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഞാൻ പറയാം, എന്നെ ബന്ധപ്പെടുത്തിയുള്ള വാർത്തകൾക്ക് യാതൊരു അടിസ്ഥാനവും ഇല്ലാവുന്ന. വ്യക്തിപരമായി എനിക്ക് 3 വർഷം കൂടിയുണ്ട്. ഞാൻ കംഫർട്ടാണ്. ഞാൻ ഇതിൻ്റെ പുറകെ പോകേണ്ട യാതൊരു കാര്യമില്ല. അതുകൊണ്ട് എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞത് UDFനെ തിരിച്ചു കൊണ്ടുവരിക അധികാരത്തിൽ. അതിന് കോഴിക്കോട് ജില്ലയിലെ 13 സീറ്റുകൾ ജയിപ്പിക്കുന്നതാണ് എൻ്റെ ലക്ഷ്യം.